അടുത്തത് എടുക്കാനുള്ളത് ഒരു പുതിയ ടോപ്പിക്കാണ് അപ്ടേക്ക് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽ ന്യൂട്രിയൻസ്. ആൻഡ് ഇതുവരെ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്, റൂട്ട്സ് എങ്ങനെയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്, ആൻഡ് ഈ വാട്ടറിനെ എങ്ങനെയാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്, ലീവ്സിലേക്കൊക്കെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്, ട്രാൻസ്പിരേഷൻ പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് എസെൻഷ്യലായിട്ട് വേണ്ട ഫാക്ടേഴ്സ്, മിനറൽ ന്യൂട്രിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ആയ മിനറൽ ന്യൂട്രിയൻസിനെ എങ്ങനെയാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ദെയർ കാർബൺ ആൻഡ് മോസ്റ്റ് ഓഫ് ദെയർ ഓക്സിജൻ ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. പ്ലാന്റ്സിന് കാർബൺ ആൻഡ് ഓക്സിജൻ, മോസ്റ്റ് ഓഫ് ദി കാർബൺ ആൻഡ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ്, അത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ് ലഭിക്കുന്നത്. ഹവർ ദർ റിമൈനിങ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം മിനറൽസ് ആൻഡ് വാട്ടർ ഫോർ ഹൈഡ്രജൻ ഇൻ ദ സോയിൽ. ആൻഡ് ബാക്കിയുള്ള എല്ലാ ന്യൂട്രിയൻസും പ്ലാന്റ്സിന് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സോയിൽ നിന്നാണ്. ആൻഡ് ഹൈഡ്രജൻ, വാട്ടറിൽ നിന്നാണ് ഹൈഡ്രജൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മിനറൽ ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്ക് എങ്ങനെയാണ്, അബ്സോർപ്ഷൻ എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. അൺലൈക്ക് വാട്ടർ, ഓൾ മിനറൽസ് കനോട്ട് ബി പാസീവ്ലി അബ്സോർബ്ഡ് ബൈ റൂട്ട്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ പാസീവ് അബ്സോർപ്ഷൻ വഴിയാണ് റൂട്ട്സിലേക്ക് എത്തുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ മിനറൽസും, ഓൾ മിനറൽസ് കനോട്ട് ബി പാസീവ്ലി അബ്സോർബ്ഡ് ബൈ റൂട്ട്സ്. എല്ലാ മിനറൽസും പാസീവ്ലി അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്യാതെ റൂട്ട്സിന് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതിന് രണ്ട് റീസൺസ് ആണ് പറയുന്നത്. അതായത് എല്ലാ മിനറൽസിനും പാസീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റൂട്ട്സിന് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതിന് രണ്ട് റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മിനറൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ സോയിൽ ആസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. മിനറൽസ് സോയിലിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അയോൺസിൻ്റെ ഫോമിലാണ് കാണുന്നത്. കാൽഷ്യം അയോൺസിൻ്റെ ഫോംസിൽ ആൻഡ് മെഗ്നീഷ്യം അയോൺസ് Mg2+ ഫോംസിൽ, ഇങ്ങനെ അയോൺസിൻ്റെ ഫോമിലാണ് മിനറൽസ് സോയിലിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് വിച്ച് കനോട്ട് മൂവ് അക്രോസ് സെൽ മെംബ്രെയിൻസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഈ മിനറൽ അയോൺസിന് സെൽ മെംബ്രെയിനെ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലൂടെ മൂവ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഫസ്റ്റ് റീസൺ പറയുന്നത്. ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അയോൺസിൻ്റെ ഫോംസിലാണ് കാണുന്നത്. ആൻഡ് സെക്കൻഡ് റീസൺ പറയുന്നത്, ദ കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ് ഇൻ ദ സോയിൽ ഈസ് യൂഷ്വലി ലോവർ ദാൻ ദ കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ് ഇൻ ദ റൂട്ട്. അതായത് മിനറൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ റൂട്ടിൽ കൂടുതലും സോയിലിൽ കുറവായിരിക്കും. അതായത് കോൺസെൻട്രേഷനിലൊരു ഡിഫറൻസ് ഉണ്ട്. റൂട്ടിൽ കൂടുതലാണ് ആൻഡ് സോയിലിൽ കുറവായിരിക്കും മിനറൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ. നമുക്കറിയാം, ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ നീഡ്സ് ആൻഡ് എനർജി. അവിടെ എന്ത് ആവശ്യമുണ്ട്, എനർജി നീഡഡ് ആണ്. ആൻഡ് എനർജി നീഡഡ് ആയിട്ടുള്ള അബ്സോർപ്ഷനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, റൂട്ടിൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഹയർ ആയിരിക്കും ആൻഡ് സോയിലിൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. ഇപ്പോൾ ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ മോളിക്യൂൾസിന് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ നീഡ്സ് എനർജി. ദാറ്റ്സ് വൈ ദ മിനറൽ അയോൺസ് ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ഓർ ആക്റ്റീവ്ലി അബ്സോർബ്ഡ് ബൈ റൂട്ട്സ്. അതുകൊണ്ടാണ് എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ വഴിയാണ് ചില മിനറൽ അയോൺസ് റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ടു ദി സൈറ്റോപ്ലാസം ഓഫ് ദി എപ്പിഡെർമസ് സെൽസ്. എപ്പിഡെർമസ് സെൽസിലെ സൈറ്റോപ്ലാസത്തിലേക്കാണ് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് this needs energy in the form of ATP. ATP ആണ് യൂസ് ചെയ്യുന്ന എനർജി എന്നറിയാം. The active uptake of ions is partly responsible for the water potential gradient in roots, and therefore for the uptake of water by osmosis, and some ions also move into the epidermal cell and is
ചാർജ്ഡ് അയോൺസ് ആയിട്ടുള്ള മിനറൽസിൻ്റെ കോൺസെൻട്രേഷനും ആൻഡ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യലായിട്ട് ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് മിനറൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് റൂട്ട്സിലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കുറവായിരിക്കും. സോയിലിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആൻഡ് അതിൻ്റെ ബേസിൽ, എന്തിൻ്റെ ബേസിൽ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ബേസിൽ പാസീവ്ലി വാട്ടർ മോളിക്യൂൾസ് റൂട്ട്സ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Next one, ions are absorbed from the soil by both passive and active transport. ഇപ്പോൾ എല്ലാ അയോൺസും പാസീവ്ലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ചില അയോൺസിൻ്റെ ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അയോൺസ് ആർ അബ്സോർബ്ഡ് ബോത്ത് പാസീവ്ലി ആൻഡ് ആക്റ്റീവ്ലി. പാസീവായിട്ടും ആക്റ്റീവായിട്ടും അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നു. സ്പെസിഫിക് പ്രോട്ടീൻസ് ഇൻ ദ മെംബ്രെയിൻസ് ഓഫ് റൂട്ട് ഹെയർ സെൽസ് ആക്റ്റീവ്ലി പമ്പ് അയോൺസ് ഫ്രം ദ soil into the cytoplasm of endodermal cells. മെംബ്രെയിൻ പ്രോട്ടീൻസ് ആക്റ്റീവ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു എപ്പിഡെർമൽ സെല്ലുകളിലുള്ള അല്ലെങ്കിൽ റൂട്ട് ഹെയർസിലുള്ള മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, അയോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എപ്പിഡെർമൽ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ലൈക്ക് ഓൾ സെൽസ്, ദ എൻഡോഡെർമൽ സെൽസ് ഹാവ് മെനി ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എംബഡഡ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. Like all cells, the endodermal cells have many transport proteins embedded in their plasma membrane. എൻഡോഡെർമൽ സെൽസിൽ എന്തുണ്ടായിരിക്കും, എൻഡോഡെർമൽ സെൽസിൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ദേ ലെറ്റ് സം സൊല്യൂട്ട്സ് ക്രോസ് ദ മെംബ്രെയിൻ. ഈ മെംബ്രെയിൻ പ്രോട്ടീൻസ് ചില സൊല്യൂട്ട്സിനെ അല്ലെങ്കിൽ ചില മിനറൽ അയോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ബട്ട് നോട്ട് അതേഴ്സ്. എല്ലാ മിനറൽ അയോൺസിനും ട്രാൻസ്പോർട്ട് ചെയ്യില്ല, ചില മിനറൽ അയോൺസിന് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഓഫ് എൻഡോഡെർമൽ സെൽസ് ആർ കൺട്രോൾ പോയിൻറ്റ്സ് വേർ എ പ്ലാന്റ് അഡ്ജസ്റ്റ് ദ ക്വാണ്ടിറ്റി ആൻഡ് ടൈപ്സ് ഓഫ് സൊല്യൂട്ട്സ് ദാറ്റ് റീച്ച് ദ സൈലം. അതായത് എൻഡോഡെർമൽ സെല്ലിലുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ് കൺട്രോൾ പോയിൻറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എത്രത്തോളം മിനറൽ അയോൺസ് സൈലത്തിലേക്ക് എൻറ്റർ ചെയ്യണം ആൻഡ് ഏത് ടൈപ്പ് മിനറൽ അയോൺസ് സൈലത്തിലേക്ക് എൻറ്റർ ചെയ്യണമെന്ന് കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പോയിൻറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആയിരിക്കും. നോട്ട് ദാറ്റ് ദ റൂട്ട് എൻഡോഡെർമിസ് ബിക്കോസ് ഓഫ് ദ ലെയർ ഓഫ് സ്യൂബറിൻ ഹാസ് ദ എബിലിറ്റി ടു ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ട് അയോൺസ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. സ്യൂബറിൻ സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂട്ട്സിലെ എൻഡോഡെർമിസിലുള്ള സ്യൂബറിൻ ഡെപ്പോസിഷൻ, കെസ്പാരിൻ സ്ട്രിപ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്യൂബറിൻ ദ അയോൺസ് ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് അപ്ടേക്ക് ഓഫ് മിനറൽ അയോൺസിൽ പറയുന്നത്. അപ്ടേക്ക് ഓഫ് മിനറൽ അയോൺസിൽ എല്ലാ മിനറൽ അയോൺസും പാസീവ്ലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് 2 റീസൺസ് പറയുന്നുണ്ട്. ഫസ്റ്റ് റീസൺ ആൻഡ് സെക്കൻഡ് റീസൺ, 2 റീസൺസ് പറയുന്നുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് പാസീവ്ലി എല്ലാ അയോൺസും ട്രാൻസ്പോർട്ട് ചെയ്യാത്തത്? ആക്റ്റീവ് അബ്സോർപ്ഷൻ വഴിയാണ് മിനറൽ അയോൺസിന് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് അയോൺസ് അബ്സോർബ് ചെയ്യും ആൻഡ് എപ്പിഡെർമിസ് ടു കോർട്ടെക്സ് ആൻഡ് ലാസ്റ്റ് സൈലത്തിലെത്തുന്നു. ആൻഡ് എൻഡോഡെർമൽ സെൽസിലെ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ് കൺട്രോൾ പോയിൻറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അപ്ടേക്ക് ഓഫ് മിനറൽ അയോൺസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് മിനറൽ അയോൺസ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽ അയോൺസ്. ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് അബ്സോർപ്ഷൻ വഴി സോയിലിൽ നിന്നും റൂട്ട്സിൽ സൈലം വെസൽസിൽ അല്ലെങ്കിൽ സൈലം ട്രക്കീഡ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, മിനറൽ അയോൺസ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഈ മിനറൽ അയോൺസിനെ ഗ്രോവിങ് പാർട്സിലേക്ക് അല്ലെങ്കിൽ ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് വൺ നടക്കുന്നത്. ആഫ്റ്റർ ദ അയോൺസ് ഹാവ് റീച്ച്ഡ് സൈലം ത്രൂ ആക്റ്റീവ് ഓർ പാസീവ് അപ്ടേക്ക് ഓർ എ കോമ്പിനേഷൻ ഓഫ് ടു, ദെയർ ഫർദർ ട്രാൻസ്പോർട്ട് അപ്പ് ദ സ്ട്രീം to all parts of the plant is through the transpiration stream. അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ് അബ്സോർപ്ഷൻ വഴി മിനറൽ അയോൺസ് ആർ റീച്ചിങ് ഇൻ
വാസ്കുലാർ ടിഷ്യൂസിൽ റീച്ച് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇറ്റ്സ് ട്രാൻസ്പോർട്ട് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ദ സൈലം സ്ട്രീമിങ് അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ സ്ട്രീമിലൂടെയാണ് ഈ മിനറൽ അയോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണത്. ആൻഡ് ദ ചീഫ് സിങ്ക്സ് ഫോർ ദ മിനറൽ എലമെൻറ്റ്സ് ആർ ദ ഗ്രോവിങ് റീജിയൻസ് ഓഫ് ദ പ്ലാന്റ്സ്. സിങ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ ഈ ഒരു മിനറൽ അയോൺസിൻ്റെ നെസസിറ്റി അല്ലെങ്കിൽ ആവശ്യകത ഉള്ളത് ആ സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു റീജിയനെയാണ് സിങ്ക് എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞ റൂട്ട്സിൽ നിന്നും ഇപ്പോൾ ഗ്രോവിങ് പാർട്സിനാണ് മിനറൽ അയോൺസിൻ്റെ ആവശ്യകത ഉള്ളത്. അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രോവിങ് റീജിയൻസ് ഓഫ് ദ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ഗ്രോവിങ് റീജിയൻസിലാണ് മെയിൻ സിങ്ക് ഫോർ മിനറൽ അയോൺസ് സച്ച് ആസ് എപ്പിക്കൽ ആൻഡ് ലാറ്ററൽ മെരിസ്റ്റംസ്, യങ് ലീവ്സ്, ഡെവലപ്പിംഗ് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്, സീഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓർഗൻസ്. ഇവരൊക്കെയാണ് മിനറൽ അയോൺസിൻ്റെ ആവശ്യകത നെസസിറ്റി ഉള്ളത്. Unloading of mineral ions occurs at the fine vein endings through diffusion and active uptake by these cells. ഇനി ഈ ഒരു റീജിയൻസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മിനറൽ അയൺസിൻ്റെ അൺലോഡിങ് പ്രോസസ്സാണ് നടക്കുന്നത്. മിനറൽ അയൺസ് ആർ അൺലോഡഡ് അറ്റ് ദ ഫൈൻ വെയിൻ എൻഡിങ്സിൽ അൺലോഡ് ചെയ്യുന്നു. ഡിഫ്യൂഷൻ പ്രോസസ്സ് ആൻഡ് ആക്റ്റീവ് അപ്ടേക്ക് വഴി സെൽസ് ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ട് വഴിയും എന്ത് ചെയ്യുന്നു? ഈ മിനറൽ അയൺസിനെ മിനറൽ അയോൺസിൻ്റെ അൺലോഡിങ് പ്രോസസ്സ് നടക്കുന്നു. അല്ലെങ്കിൽ മിനറൽ അയോൺസ് എവിടെ എത്തുന്നു? ഈ ആവശ്യമുള്ള റീജിയൻസിൽ റീച്ച് ചെയ്യുന്നു. മിനറൽ അയോൺസ് ആർ ഫ്രീക്വൻ്റ്ലി മൊബിലൈസ്ഡ് പെർട്ടിക്കുലർലി ഫ്രം ദ ഓൾഡർ സെനസെൻറ്റ് പാർട്സ്. അതായത് സെനസെൻസ് കൊഴിഞ്ഞു പോവാറായ ലീവ്സ് അങ്ങനെയുള്ള പാർട്സിൽ നിന്നൊക്കെ ഈ മിനറൽ അയോൺസ് തിരിച്ച് സ്റ്റെംസിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ റീമൊബിലൈസ് ചെയ്യുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ലീഫ് കൊഴിയാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലീഫിലെ മിനറൽ അയോൺസിനൊക്കെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലേക്ക് റീമൊബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെമ്മിലേക്ക് അബ്സോർബ് ചെയ്യുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓൾഡർ ഡൈയിങ് ലീവ്സ് എക്സ്പോർട്ട് മച്ച് ഓഫ് ദെയർ മിനറൽ കണ്ടൻറ്റ് ടു ദ യങ്ങർ ലീവ്സ്. അതായത് ഓൾഡർ ആയിട്ടുള്ള ലീവ്സ്, കൊഴിഞ്ഞു പോവാറായിട്ടുള്ള ലീവ്സ് എന്ന് മിനറൽ അയോൺസ് സ്റ്റെംസിലേക്ക് എത്തുന്നു. പിന്നീട് സ്റ്റെമ്മിൽ നിന്നും ഗ്രോവിങ് പാർട്സ് ആയിട്ടുള്ള യങ്ങർ ലീവ്സ് അല്ലെങ്കിൽ യങ്ങർ ലീവ്സിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. സിമിലർലി ബിഫോർ ലീഫ് fall in deciduous plants, mineral are removed to other parts. അതേപോലെ തന്നെ ഇല കൊഴിയുന്ന ഡെസിഡ്യൂസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇല കൊഴിയുന്ന മരങ്ങളിലൊക്കെ ഈ സെയിം പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇല കൊഴിയാറായാൽ മിനറൽ അയോൺസൊക്കെ തിരിച്ച് സ്റ്റെംസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു ആൻഡ് പിന്നീട് അത് യങ് ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. എലമെൻറ്റ്സ് മോസ്റ്റ് റെഡിലി മൊബിലൈസ്ഡ് ആസ് ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ ആൻഡ് പൊട്ടാസ്യം. ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, പൊട്ടാസ്യം പോലുള്ള മിനറൽ അയോൺസൊക്കെ ഈസി ആയിട്ട് മൊബിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈസി ആയിട്ട് ആ ലീവ്സിൽ നിന്നും സ്റ്റെമ്മിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സം എലമെൻറ്റ്സ് ദാറ്റ് ആർ സ്ട്രക്ചറൽ കമ്പോണൻസ് ലൈക്ക് കാൽഷ്യം ആർ നോട്ട് റീമൊബിലൈസ്ഡ്. പക്ഷേ കാൽഷ്യം പോലുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, അതായത് ഈ കാൽഷ്യം ഒക്കെ സെൽ വോളിൻ്റെ കമ്പോണൻ്റ് ആണ്. അങ്ങനെ ഈ സെൽ വോളിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള കാൽഷ്യം ഒന്നും റീമൊബിലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തിരിച്ച് സ്റ്റെമ്മിലേക്ക് റീഅബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പം മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നതിന് എക്സാമ്പിൾ പഠിക്കണം ആൻഡ് റീമൊബിലൈസ് ചെയ്യാൻ പറ്റാത്തവയ്ക്ക് എക്സാമ്പിൾ പഠിക്കണം. And an analysis of the stem exudate shown that though some of the nitrogen travels as organic ions, much of it is carried in the organic form as amino acids and related compounds. Nitrogen ഇനോർഗാനിക് അയോൺസിൻ്റെ ഫോമിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഓർഗാനിക് ഫോംസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൻ്റെയും അതിനായിട്ട് റിലേറ്റ് ചെയ്ത ചില കോമ്പൗണ്ട്സിൻ്റെ ഫോമിലും ട്രാൻസ്പോർട്ട് ചെയ്യാറില്ല. സിമിലർലി സ്മാൾ എമൗണ്ട്സ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് സൾഫർ ആർ ക്യാരീഡ് ആസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഫോസ്ഫറസും സൾഫറും ഓർഗാനിക് ഫോംസിലും ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. ഇൻ അഡീഷൻ small amount of exchange of materials does take place between the xylem and phloem. Hence it is not that we can clearly make distinction and say that categorically the xylem transport only inorganic nutrients while phloem transport only organic materials as it was traditionally believed. അതായത് ഈ ഒരു റീസൺ കൊണ്ട് തന്നെ സൈലത്തിനെയും ഫ്ലോയത്തിനെയും
ഇത് കറക്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. സൈലം ട്രാൻസ്പോർട്ട് ഓൺ ദി ഇനോർഗാനിക് ന്യൂട്രിയൻസ് വൈൽ ഫ്ലോയം ട്രാൻസ്പോർട്ട് ഓൺലി ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് സൈലം ഓർഗാനിക് ഫോംസും ഇനോർഗാനിക് അയോൺസിൻ്റെ ഫോംസിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് മിനറൽ അയോൺസിൽ വരുന്നത്. ആൻഡ് ഡെസിഡ്യൂസ് പ്ലാന്റ്സിൻ്റെ കേസ് ആൻഡ് സെനസെൻ്റ് ആവുന്ന പ്ലാന്റ് പാർട്സിൻ്റെ കേസിലുള്ള കാര്യങ്ങൾ പഠിക്കുക. മൊബിലൈസ് ചെയ്യുന്നതും റീമൊബിലൈസ് ചെയ്യാത്തതുമായ അയോൺസിൻ്റെ പേര് പഠിച്ചു വെക്കണം. ആൻഡ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് അയോൺസിൻ്റെ ഫോമിൽ സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം.